മതി, വാ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ഇല്ല ജെയിംസ്, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്നോട്ടെ. എത്ര നേരം അശ്വതി ഇവിടെ നിന്ന് കരയുന്നു. ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്ത് കിട്ടാൻ? നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇല്ല, എന്റെ പൊന്നുമോൾ ഇറങ്ങുന്ന സ്ഥലമല്ലേ. എനിക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കണം ജെയിംസ്. കദീസ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇല്ല പീരാങ്കാക്ക, കുറച്ചു നേരം കൂടി ഞാനൊന്ന് ഇവിടെ നിന്നോട്ടെ. ഇവിടെ ഇങ്ങനെ കുറെ നേരം നിന്നിട്ട് എന്ത് കിട്ടാനാ കദീസ? ഇവിടെ നിൽക്കുമ്പോ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ട് കാക്ക. എത്ര നേരമായി നിൽക്കുന്നു. വാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇല്ല, കുറച്ചു നേരം കൂടി കാക്ക. ഇവിടെ ഇങ്ങനെ നിന്നോണ്ട് ആയിഷ തിരിച്ചു വരുമോ? ഇല്ല. പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ നിക്കുന്നേ? ഇവിടെ നിൽക്കുമ്പോ കൂടുതൽ സങ്കടം ആവുള്ളൂ നമുക്ക്. എനിക്കിവിടെ നിൽക്കുമ്പോ അവളെ കൂടെയുള്ള പോലെ ഒരു തോന്നല്. ഓ മൈ ഗോഡ്, നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഉമ്മ, ഉപ്പ, അച്ഛ, അമ്മ. എനിക്ക് ഈ ലോകത്ത് ഒരച്ഛനും ഒരമ്മയും മാത്രല്ല ഉള്ളത്. രണ്ടമ്മയും രണ്ടച്ഛനും ഉണ്ട് ഈ ആയിഷമോക്ക്. ഭാഗ്യം ചെയ്ത കുട്ടിയാ ഈ ആയിഷമോള് അല്ലേ? ഉപ്പ കരയുണ്ട്. ഉപ്പ, ആയിഷമോള് ഹാപ്പിയാ. അമ്മയുടെ ചക്കര. ഞാനിപ്പോ അവസാനായിട്ട് നിങ്ങളെ കാണാൻ വന്നത് എന്തിനാന്നറിയോ? എന്തിനാ പൊന്നെ? ഉമ്മയുടെ പൊന്നെ, ഇനി അങ്ങോട്ട് പോട്ട. നമ്മുടെ കൂടെ പോരും മുത്തേ. ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ. പക്ഷേ അതിന് മാത്രം ഈ ആയിഷമോക്ക് സാധിക്കില്ല. ആയിഷ, നല്ല തണുപ്പുള്ള രാത്രിയില്, നല്ല മഴ പെയ്യുന്ന രാത്രിയില് ഞാൻ നിങ്ങളെ കാണാൻ വരും. നിങ്ങളെ കൂടെ കിടക്കാൻ ഈ ആയിഷമോള് വരും. അമ്മയുടെ പൊന്നേ, ഉമ്മയുടെ മുത്തേ. ആയിഷമോക്ക് കിടക്കാനുള്ള സ്ഥലം കുറച്ച് മാറ്റി വെച്ചേക്കണേ. ഉമ്മ, ഉപ്പ, അച്ഛ, അമ്മ. അല്ലാഹ് എന്റെ മനസ്സിന് ശക്തി താ റബ്ബേ. ആ ദിവസങ്ങളിൽ മാത്രമേ ആയിഷമോള് വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ കഴിയില്ല. അതെന്താ? അതങ്ങനെയാ അമ്മ. പക്ഷെ ആയിഷമോള് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ ദിവസങ്ങളില്. ഉപ്പയുടെ പൊന്നെ. ഇനി ആയിഷമോള് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ പോവാം എന്നെ നീക്കുമായി. തണുപ്പും മഴയുമുള്ള രാത്രിയിൽ എന്നെ ഓർക്കണേ. ഞാൻ വരും. ആയിഷ, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും. എനിക്ക് പോണ്ട ഈ ലോകത്തുനിന്ന്. എന്നെ എത്രയാ നിങ്ങൾ സ്നേഹിക്കുന്നത്? അത്രയും ഭാഗ്യമുള്ള കുട്ടിയല്ല ഞാൻ. പക്ഷെ ആ ഭാഗ്യത്തിന് തീരെ കാലാവധിയില്ല. ഉമ്മ, ഉപ്പ, അച്ഛ, അമ്മ, ആയിഷമോള് പോയിട്ടോ. ഈ എന്നെ ആരും മറന്നേക്കല്ലേ. തിരിച്ചു വാ മോളെ. ഇങ്ങനെ കരയാതെ. അവൾ ഇനി വരില്ല. അവൾ പറഞ്ഞിട്ടല്ലേ പോയത്, നീ കണ്ടതല്ലേ. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാക്ക. ആയിഷ മോളെ, തിരിച്ചു വാ മോളെ. അമ്മയെ വെറുതെ പറ്റിക്കാതെ ഇങ്ങ് തിരിച്ചു വാ മോളെ. അശ്വതി, അവളെനി തിരിച്ചു വരില്ല. അവസാനായിട്ട് അവള് പറഞ്ഞിട്ട് പോയില്ലേ. ജെയിംസ്, എനിക്ക് എന്റെ മോളെ കാണണം. അശ്വതി, വാ അശ്വതി. ഇവിടെ നിന്ന് വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്ലേ. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇല്ല ജെയിംസ്, എനിക്ക് എന്റെ മോൾ ഒരു നോക്കം കൂടി കാണണം ജെയിംസ്. അശ്വതി, അത് നടക്കാത്ത കാര്യം. അവള് പോയി. അവള് ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. അശ്വതി വല്ലാണ്ട് കരയുന്നു. കദീസ, നീ മനസ്സിന് ധൈര്യം നൽകു. മീരാങ്കാക്ക, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആയിഷ മരിച്ചതിന് ശേഷം ആ നിൽക്കുന്ന അമ്മയ്ക്ക് ഭ്രാന്തായതാ. 5 വർഷം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതാ അശ്വതി.
നമുക്ക് നമുക്ക് അവരെ ഒന്ന് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്തൂടെ? നമ്മളെ കൊണ്ട് പറ്റുമോ കാക്ക? പറ്റും. അശ്വതി, കരയാതെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എന്നാലും എന്റെ മോളില്ലാതെ ഞാൻ ഞാൻ എങ്ങനെയാ പോവാ? മനസ്സിന് ധൈര്യം കൊടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല. മരിച്ചവരുടെ കൂടെ പോവാൻ നമുക്ക് പറ്റില്ലല്ലോ. വീരങ്കക്ക, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് അവതരിപ്പിച്ചു നോക്ക്. ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ കേക്കോ? എന്താ? അത് വേറൊന്നുമല്ല, കുറച്ചു ദിവസം കഴിഞ്ഞ ഞാൻ ഗൾഫിൽ തന്നെ തിരിച്ചു പോവും. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കൂടെ താമസിച്ചൂടെ ഇനിയുള്ള കാലം? നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങളോട് ഇപ്പൊ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇനി വരില്ല അങ്ങോട്ട്. അതെന്താ? ഇനിയും ഞാൻ നിങ്ങളെ കൂടെ നിന്ന് കഴിഞ്ഞ നിങ്ങളുടെ ഇപ്പോഴുള്ള മോളിൽ മറിയക്കുട്ടി, ആ കുട്ടിയെ ഞാൻ ആയിഷയാണെന്ന് വെച്ച് ഒത്തിരി സ്നേഹിച്ചു പോവും. ഓ, അതാണോ പ്രശ്നം? അതെ, എനിക്ക് ജെയിംസിന് ഞാനേ ഉള്ളൂ. ഞങ്ങൾക്കപ്പുറം ഒരു ലോകമില്ല. അത് ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല എന്ന് ദൈവം പറഞ്ഞു തന്നു. അല്ല, അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾ എന്തായാലും ഇനി ഈ നാട്ടിൽ ജീവിക്കില്ല. ഞങ്ങൾ പോവുക. ഏതായാലും ഞാൻ ഗൾഫിക്ക് പോയി കഴിഞ്ഞാല് എന്റെ ഭാര്യയും കുട്ടിയും ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. അപ്പൊ ഭാര്യയ്ക്ക് ഒരു കൂട്ടായെന്ന് വെച്ചിട്ടാ ഞാൻ വിളിച്ചത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൂ. വേണ്ട, ഇനി ഞങ്ങളെ നിർബന്ധിക്കരുത്. നിർബന്ധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ ബാധിക്കും. ഞങ്ങൾ നിങ്ങളോട് ചെയ്തത് ചതി തന്നെയാണ്. അറിയാതെ പറ്റിപ്പോയത്. ഞങ്ങൾക്ക് മാപ്പ് നൽകണം. കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാതെ. ഇതെല്ലാം മറന്നിട്ട് വീണ്ടും നിങ്ങൾ ഞങ്ങളെ വിളിച്ചില്ലേ? ഒത്തിരി നന്ദി, ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ ഇനി ഞങ്ങൾ ആ സ്ഥലത്തേക്കില്ല. ആയിഷമോളുടെ ഓർമ്മകളുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഇനി വരില്ല. എന്നേക്കുമായി ഞങ്ങൾ ഈ നാട് വിട്ടു പോവാണ്. നിങ്ങൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? എനിക്കൊരു കൊച്ചു വീടുണ്ട്, അവിടെ എന്റെ അമ്മയുണ്ട്. അവിടേക്ക് പോവാ ഞങ്ങള്. ഇനി നമ്മൾ എന്നാ കാണാ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാം. എന്നാ അശ്വതി, നമുക്ക് പോവാല്ലേ? ശരി ജെയിംസ്, നമുക്ക് പോവാം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഖദീസ, എന്നാ പിന്നെ നമുക്കും. ശരി കാക്ക, നമുക്കും തിരിച്ചു പോവാം. ഖദീസ, എന്നാ ശരി, നമ്മള് പോട്ടട്ടാ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ നിങ്ങക്ക്? എന്റെ ഖദീസ, എത്ര ദിവസമായി നമ്മള് വന്നിട്ട്? 2 ദിവസം നിക്കാൻ വന്ന ഞമ്മളാ. എന്താപ്പണ്ടായേ? പഠിച്ചോനറിയാ. മക്കൾക്കൊക്കെ സ്കൂൾ അറിഞ്ഞില്ലേ? അപ്പൊ പോണം നിർബന്ധ. എന്നാ പിന്നെ ഒരു ദിവസം നിങ്ങള് വരണ്ടിട്ടോ. ആയിക്കോട്ടെ മോളെ, എന്നാ നമ്മള് തിരിച്ചു പോവാട്ടോ. ശരി അമിനാത്ത. മറിയക്കുട്ടിയെ. ഓ, എന്താ സുലൈമാനെ? നമ്മളൊക്കെ എന്നെ മിസ് ചെയ്യൂട്ടോ. ഞാൻ നിങ്ങളെയും മിസ് ചെയ്യും. നമ്മള് എപ്പോഴെങ്കിലൊക്കെ വരണ്ടിട്ടോ. എന്തായാലും വരണേ. വരണ്ട്. ആമിനാത്ത, നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്റെ പൊന്നാരി ബിലീസങ്ങളെ, എല്ലാം മുന്നിക്ക് നടന്നിക്കാ. കണ്ടില്ലേ ഖദീസ, യാത്ര പറയുന്നതനുസരിച്ച് ഡേറ്റിംഗ് മാഞ്ഞാളം കൂടും. എന്നാ നമ്മള് പോട്ടോ. ശരി അമിനാത്ത, മനസ്സിന് ധൈര്യം കൊടുക്കട്ടോ ഖദീസ. സംഭവിച്ചൊക്കെ നല്ലേന്, അങ്ങനെ വിചാരിച്ചാ മതി. അമിനാത്ത, ആടെ മണ്ണിടുമ്പോ ഇവിടെ കല്ലിടുന്ന പോയോരെ കൂടെ ഞമ്മക്കും പോവാൻ പറ്റൂലല്ലോ. പൊന്നുമോള് വിഷമിക്കണ്ടോ. അമിനാത്ത, എന്നാ ശരി, നമ്മള് പോട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. എന്നാലും രാമിന, കേട്ടിട്ട് മനസ്സിന് വല്ലാത്ത സങ്കടം. ഈ കഥയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എത്ര സങ്കടം, അപ്പൊ കണ്ടറിഞ്ഞ് എനിക്ക് എത്ര സങ്കടം ഉണ്ടാവും. അത് ശരിയാണ്. എന്താന്നറിയില്ല അസ്താമേ, മനസ്സിന്ന് പോണില്ല അവിടെ കഴിഞ്ഞ കഥകളൊന്നും. പാവായിപ്പോയില്ലേ ആയിഷന്റെ കാര്യം. അതെന്നാ അസ്താമേ, ആ കുട്ടിക്ക് അത്ര വയസ്സുള്ളൂ. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം. എന്നാ ശരി അസ്താമേ, നമ്മള് പോട്ടെ. ഇജെന്തിനാ ഇത്ര ധൃതിയിൽ വിട്ടിക്ക് പോണേ? എന്റെ പൊന്നാര അസ്താമേ, ആ സാജിദന്റെ പിയാപ്പിള വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ 100 പണിയുണ്ട്. മാത്രല്ല സാജിദക്ക് ഇപ്പൊ പള്ളയിലല്ലേ. അപ്പൊ പെണ്ണിന് വെറൂ സർദി, ഒരു പണി എടുക്കാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പോട്ടെ. ഇവിടെ കഥ പറഞ്ഞിരുന്നാലേ അടുത്ത പരിപാടി ഒന്നും നടക്കൂല. എന്നാ ശരി അമിനാജ് പോയിക്കോ. എന്നാ ശരി അസ്താമേ, ഞാൻ പോയി. വർഷങ്ങൾക്ക് ശേഷം. ഹലോ ആമിനത്ത, ആരാന്ന് മനസ്സിലായോ? ഇതാരിപ്പത്? നല്ല കേട്ട് പരിചയമുള്ള സൗണ്ട് ആണല്ലോ. ആമിനത്തക്ക് അപ്പന്റെ മനസ്സിലായില്ലല്ലേ? ഖദീസാണോ അത്? ആ അതെ, അപ്പന്റെ ഓർമ്മ ഉണ്ടല്ലേ? അവന്റെ ഖദീസാജ് എന്ത് വർത്താനാ പറയണേ? അന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ മറക്കുവോ? എന്തൊക്കെ ഉണ്ട് ഖദീസ അടുത്ത വർത്താനം? ആമിനാത്ത, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് സന്തോഷ വാർത്ത? വേഗം പറഞ്ഞൂട്, എന്താണ്?
ആമിനാത്ത നിങ്ങക്ക് ഓർമ്മല്ലേ നമ്മൾ അശ്വതീനെ? ഓ ഓർമ്മണ്ട്. ഓക്കെന്തേ? ഓള് പ്രസവിച്ചു ആമിനാത്ത. യാ റബ്ബേ, ഞാൻ എന്തീ കേക്കണേ? സന്തോഷായി മനുഷ്യന്. അതന്നെ ആമിനാത്ത. എന്ത് കുട്ടിയാന്നിട്ട്? പെൺകുട്ടിയാണ് ആമിനാത്ത. മാഷാ അല്ലാ റബ്ബേ, ഞാൻ എന്തീ കേക്കണേ? എന്തോ ഒരു സന്തോഷം മനസ്സിൽ വെച്ചത് പറഞ്ഞപ്പോന്നറിയോ? ഓളിനി ഒരിക്കലും പ്രസവിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോന് ഇത്ര പണിയുള്ളൂലേ. അതന്നെ ആമിനാത്ത, പഠിച്ചോന് ഇത്ര പണിയുള്ളൂ. ഓളെ സങ്കടം ദൈവം തമ്പുരാൻ കണ്ടു. ഓക്കൊരു പൊന്നോമിനെ കൊടുത്തു. അതന്നെ. എന്നിട്ട് കാണാൻ പോയ കദീസ? ഓ ആമിനാത്ത, ഞാൻ കാണാൻ പോയി. നിങ്ങൾ എന്നാ കാണാൻ വരുന്ന? എന്നിട്ട് ഞാൻ എന്റെ സൗകര്യം പോലെ ഒരു ദിവസം വരുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ ആമിനാത്ത, എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ശരി കദീസ, വെച്ചുക്കോ. അല്ല ആമിനാത്ത, ഫോൺ വെക്കല്ലേ, ഒരു കാര്യം കൂടി പറയാണ്ട്. എന്തേ വിളെ? ആ കുട്ടിക്ക് എന്ത് പേരാ ഇട്ടിക്കണേന്ന് അറിയോ നിങ്ങക്ക്? ഇല്ല, എന്താ? ആയിഷാന്നാ ഓരോ മോക്ക് ഒരിട്ടിക്കണ പേര്. ആഹാ, സന്തോഷായി. എന്നാ ശരി ആമിനാത്ത, ഫോൺ വെച്ചുക്കോ. ശരി മോളെ. ആയിഷ ഇതൊക്കെ സ്വർഗത്തിലിരുന്ന് കാണാനുണ്ടാവും, എനിക്ക് ഉറപ്പാ. പഠിച്ചോന് ഇത്ര പണിയേ ഉള്ളൂ. ഐഷ, അച്ഛയുടെ പൊന്നേ. ജെയിംസ്, നമ്മുടെ ആയിഷ ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് കാണുന്നുണ്ടാവൂലേ? എന്തായാലും കാണുന്നുണ്ടാവും. അവക്ക് സന്തോഷായിട്ടുണ്ടാവില്ലേ ജെയിംസ്? തീർച്ചയായും. അമ്മയുടെ ആയിഷ, ആയിഷ മോളെ. ചക്കരേ ഉമ്മ. എന്റെ അമ്മമാരും എന്റെ അച്ഛന്മാരും ഒക്കെ ഹാപ്പിയാ. അപ്പൊ ആയിഷ മോളും ഈ സ്വർഗത്തില് ഹാപ്പിയാ. നിങ്ങളുടെ സന്തോഷാണ് എന്റെ സന്തോഷം.